在这里，风平浪静。അങ്ങനെ നമ്മുടെ മാച്ചു പിച്ചു യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്ഥലം എന്ന് പറയുന്ന ഒള്ളയൻ താമ്പോ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ഇത് ഇൻക ട്രെയിലിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഇത്. നമ്മുടെ ഈ പെറൂവിയൻ റെയിൽ എന്ന് പറയുന്നത് ഇൻക ട്രെയിൻ എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ മാത്രം ഉദ്ദേശിച്ച് ഓടുന്ന ഒരു അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കത്ര അറിവില്ല. പക്ഷേ ഒരു ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ട്രെയിനുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെയും കണക്ട് ചെയ്ത രീതിയിലാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനകത്ത് തന്നെ ഇവരുടെ കലാരൂപങ്ങളും അതേപോലെ ഇവരുടെ പെറൂവിയൻ ഫുഡും ഇതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഒട്ടും വിരസമായ യാത്രയല്ല കേട്ടോ ഇത് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരൻ രഞ്ജിത്ത് കൂടെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ എക്സാക്ട്ലി കൊങ്കൺ റെയിൽവേ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു തോന്നുന്നു മുന്നേ. ഇത് ഒരു വാലിയിലൂടെയാണ്, ഒരു താഴ്വരയിലൂടെ ആണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും രണ്ട് സൈഡും മലകളും ഒരു കാടിൻ്റെ നല്ല ദൃശ്യം, കൂടെ ഒഴുകുന്നൊരു നദി എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല ലാൻഡ്സ്കേപ്പിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് മുഴുവൻ വിദേശ ടൂറിസ്റ്റുകളാണ്. ഈ ട്രെയിനകത്ത് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് ആളുകളെയും കാണാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ജാപ്പനീസ് ബോൺ US പീപ്പിളായിരുന്നു, US കപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരും ആദ്യമായിട്ടാണ് ലാറ്റിൻ അമേരിക്കയിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ സേക്രഡ് വാലിയിൽ കണ്ട അതേ നദി തന്നെയാണ് ഉറുമ്പാമ്പ റിവറും. ഇത് അങ്ങോളം ഈ മാച്ചു പിച്ചു ട്രെയിൻ സ്റ്റേഷൻ വരെയും ഈ റെയിലിന് പാരലായിട്ട് ഒഴുകുന്നുണ്ട്. മാച്ചു പിച്ചുവിനെ പറ്റി പറയുമ്പോൾ 1997 ഇത് ലോക അത്ഭുതമായി തിരഞ്ഞെടുത്തത്. ഒരു ഇൻ്റർനെറ്റ് വോട്ടിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ താജ്മഹലിനൊപ്പം മാച്ചു പിച്ചുവും ഒരു ലോക അത്ഭുതം 7 അത്ഭുതങ്ങളൊന്നായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1997 ശേഷം വലിയ തോതിലുള്ള ടൂറിസ്റ്റ് ഫ്ലോ ഉണ്ടായി ഇങ്ങോട്ട്. അപ്പോൾ ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അത് അത്രയും ടൂറിസ്റ്റുകളെ ഇവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പെറുവിയൻ ഗവൺമെൻറ് ധാരാളം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ അലോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം അവർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ എൻ്റെയർ സിറ്റാഡൽ അല്ലെങ്കിൽ എൻ്റെ സിറ്റാഡലിനെ അവർ 3 ഭാഗങ്ങളായി വിഭജിച്ചിട്ട് 3 സർക്യൂട്ടുകളായിട്ട് മാറ്റിയിരിക്കുകയാണ്. 3 സർക്യൂട്ടുകൾ എന്ന് പറയുന്നത് 3 സർക്യൂട്ടുകൾക്കും സെപ്പറേറ്റായ പാസുകളാണ്. നമുക്ക് ടിക്കറ്റ് വേറെ എടുക്കണം. മാത്രമല്ല ഓരോ സർക്യൂട്ടിൽ നിന്നുള്ള വ്യൂവും വ്യത്യാസമുണ്ട്. അപ്പോൾ സർക്യൂട്ട് 2 എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ മാച്ചു പിച്ചുവിൻ്റെ ഉള്ളിലോട്ട് ആക്സസ് ഉള്ള സർക്യൂട്ട്. നിങ്ങൾ ആരെങ്കിലും മാച്ചു പിച്ചു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സർക്യൂട്ട് 2 എടുക്കുകയായിരിക്കും എൻ്റെ അഭിപ്രായം. സർക്യൂട്ട് 1 എന്ന് പറയുന്നത് പനോരമിക് വ്യൂ ആണ്. 3യും കേട്ടിരിക്കുന്നത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. 1ൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വ്യൂ കിട്ടുക. ഞങ്ങളെടുത്തിരിക്കുന്ന സർക്യൂട്ട് 1 ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇൻഡിപെൻഡൻ്റായ ഇൻഡിപെൻഡൻ്റായ അറകളിലോട്ടും ടെമ്പിൾസിനോടും നമുക്ക് ആക്സസ് ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ മോൾ വശത്ത് നിന്നുള്ള പനോരമിക് വ്യൂ ആണ് നാളെ കാണാൻ കഴിയുന്നത്. Por
മാച്ചു പിച്ചിൽ ഇറങ്ങി നടക്കാണ്. മലമൊക്കെ നമ്മൾ വന്ന ട്രെയിൻ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉറുമ്പാമ്പ റിവർ ഇവിടെ അത്യാവശ്യം വന്യമായ രീതിയിലാണ് ഈ റിവർ ഒഴുകുന്നത്. നാളെ രാവിലെ ആദ്യത്തെ സ്ലോട്ടിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 7 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഈ മാച്ചു പിച്ചു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഇതിൻ്റെ ഈ സൈറ്റിലൂടെ ഏകദേശം ഒരു 15 മിനിറ്റ് യാത്രയുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എൻട്രൻസിലെത്താം. പിന്നെ നമുക്ക് ഏകദേശം 3 മണിക്കൂറോളം അവിടെ ആക്സസ് ഉണ്ട് ഈ ടിക്കറ്റ് എടുത്തതുകൊണ്ട്. സർക്യൂട്ട് 1 ഗൈഡ് രാവിലെ 4:30-5 മണിക്ക് റെഡിയായി വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ കാണാം ബാക്കി കാഴ്ചകൾ. അപ്പോൾ നമ്മൾ മാച്ചു പിച്ചുവിൻ്റെ കവാടത്തിലെത്തി നിൽക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റിൽ നമുക്ക് അവിടുത്തെ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഗൈഡും നമ്മളും കൂടി ഉള്ളിലോട്ട് വന്നു. പക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല കോടമഞ്ഞും മഴയൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഈ മാച്ചു പിച്ചുവിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് മലകളുടെ 2 വലിയ മലകളുടെ ഇടയിലാണ്. മാത്രമല്ല ഏകദേശം ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെയൊക്കെ ഭാഗമായ ഒരു വലിയ ടെറൈൻ്റെ ഭാഗമാണ് ഈ മാച്ചു പിച്ചു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ അൺസർട്ടൈനാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പല സഞ്ചാരികളും ഇവിടെ വന്ന് കംപ്ലീറ്റ് ആയിട്ട് വ്യൂ കിട്ടാതെ തിരിച്ചു പോയ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കും അത് തന്നെ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ അൺപ്രഡിക്റ്റബിൾ നമുക്കിപ്പോൾ വെതർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരിക്കലും വരാൻ കഴിയില്ല. കാരണം ഈ സമയത്തെല്ലാം എല്ലാ ദിവസവും മഴ കാണും, എല്ലാ ദിവസവും ഈ കോടമഞ്ഞൊക്കെ കാണും. അങ്ങനെ നമ്മൾ ഒരു 7 മണിക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞ ശേഷം നമുക്ക് വ്യൂ കിട്ടാൻ ഏകദേശം ഒരു 9 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഗൈഡ് ഈ മാച്ചു പിച്ചുവിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ 13-14 നൂറ്റാണ്ടിലാണ് ഇങ്ങനെ ഒരു സൈറ്റ് ഈ ഇൻകാസ് ഇവർ ഡെവലപ്പ് ചെയ്തത്. ഇതൊരു പൂർണ്ണമായും മറ്റേ രാജാവിനും രാജാവിൻ്റെ പരിവാരങ്ങൾക്കും അവർ റിലേറ്റഡായ ആളുകൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു 800 മുതൽ 1000 വരെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. University professor in the USA to teach moderns of American history and geography in the USA. Okay, at Yale, Harvard, and Princeton universities. When he was 35 years old, he looked for the unknown city of Vicos, the rebel Incas' last refuge. And then for the workers, servants, commanders, he located on the left side. Both spaces are divided by the green square located in the middle of them. അങ്ങനെ ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത് ഈ സിറ്റാഡൽ ഇതിൻ്റെ പൂർണ്ണതയിലെത്തിയത് ഒരു 14-15 നൂറ്റാണ്ടിലാണ്. പക്ഷേ ഒരു അറിയപ്പെടാത്ത കാരണങ്ങൾ കൊണ്ട് ഈ പൂർണ്ണമായും ഇവിടുന്നുള്ള മനുഷ്യവാസം അധികകാലം ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗമായിരുന്നിരിക്കാം, ഒരു മഹാമാരി പിടിപെട്ട് ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ മുഴുവൻ മരിച്ചു പോയിരുന്നിരിക്കാം, അല്ലെങ്കിൽ സ്പാനിഷുകാരുടെ അധിനിവേശം. സ്പാനിഷുകാർ പെറുവിൽ വന്നത് ഏകദേശം 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ്. അപ്പോൾ അവരുമായിട്ടുള്ള കൊളീഷൻസ് കാരണമായിരിക്കാം ഇവരിവിടെ ഉപേക്ഷിച്ച് വേറെ ഉൾക്കാട്ടിലോട്ട് ഇവർ മാറിപ്പോയതെന്നുള്ളൊരു തിയറിയുണ്ട്. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു 500-600 കൊല്ലം മുന്നേ നിർമ്മിച്ച ഒരു സിറ്റി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ഇവിടെ അങ്ങനെ നിലനിൽക്കുകയാണ് ഇപ്പോഴും.
അങ്ങനെ 100-500 കൊല്ലം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കിടന്നിരുന്ന ഈ സിറ്റി വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു അമേരിക്കൻ റിസർച്ചർ ഹൈറൻ ബ്ലിങ്കൻ എന്ന് പറഞ്ഞ ഒരാൾ വരികയും അയാൾ ഈ ഹൈറൻ ബ്ലിങ്കൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി ഈ സേക്രഡ് വാലി അല്ലെങ്കിൽ കുസ്കോ എന്ന് പറഞ്ഞ പരിസരങ്ങളൊക്കെ അയാൾ ഇതേപോലെ ആളുകളോട് സംസാരിച്ചപ്പോൾ ഇതേപോലെ ഒരു അബാൻഡൻ സിറ്റിയെ പറ്റി കേട്ടു. അങ്ങനെ അബാൻഡൻ സിറ്റിയെ പറ്റിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ മാച്ചു പിച്ചു എന്ന് പറയുന്ന ഈ സ്ഥലം വീണ്ടും പുറം ലോകത്തേക്ക് വെളിപ്പെട്ടത്. പക്ഷേ അതിന് മുന്നേ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു. ഈ ഹൈറൻ ബ്ലിങ്കൻ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ 2-3 കർഷക കുടുംബങ്ങൾ ഇതിനകത്ത് കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി സ്പാനിഷ് ഗവൺമെൻറ് വളരെയധികം നികുതികളൊക്കെ അടിച്ചേൽപ്പിച്ചിരുന്നു. അതിലൊരു വലിയൊരു ഒന്നായിരുന്നു ഈ കർഷകരുടെ മേലിൽ ഉണ്ടായിരുന്ന നികുതി. കർഷകർ കൃഷി ചെയ്യുന്നവർക്ക് പ്രത്യേക നികുതി ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ധാരാളം ആളുകൾ ഈ സ്പാനിഷ് ഭരണകൂടത്തിൻ്റെ നിഴലിൽ പെടാതിരിക്കാൻ വേണ്ടി അവർ ഉൾക്കാടുകളിൽ അവർ അഭയം തേടുകയും അവർ അവിടെ ജീവിച്ചു പോരുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറേ പേര് ഈ മാച്ചു പിച്ചുവിലോട്ട് 18-19 നൂറ്റാണ്ടുകളിലൊക്കെ വന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൈറൻ ബ്ലിങ്കൻ ഇവിടെ വരുന്ന സമയത്ത് ഹൈറൻ ബ്ലിങ്കനെ ഈ സേക്രഡ് വാലിയുടെ ഏതോ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വഴികാട്ടിയായി വന്നതൊരു കുട്ടിയായിരുന്നു, ഇവിടെ ജീവിച്ചിരുന്നൊരു കുട്ടിയാണ്. അങ്ങനെ 2 മണിക്കൂറോളം നമ്മൾ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന മാച്ചു പിച്ചുവിനെ കാണാൻ കഴിഞ്ഞത് നമുക്കൊന്നും പൂർണ്ണമായും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു 9 മണിയോടുകൂടി മാനം തെളിഞ്ഞു, നമുക്ക് കൂടുതൽ നല്ല വ്യൂ കിട്ടാൻ തുടങ്ങി. മാച്ചു പിച്ചു എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതൊരു കാലാതീതമായ അനുഭവമാണ്. 1000-700 വർഷം മുന്നേ അന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് വെറും കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു അത്ഭുതം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവിടെ മനുഷ്യവാസം സാധ്യമായില്ല. പിന്നെ അങ്ങനെ അജ്ഞാതമായി പുറം ലോകത്തിന് കണ്ണിൽപ്പെടാതെ 300-400 കൊല്ലം ഒളിച്ച് കിടന്ന ശേഷം ഇപ്പോൾ ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. എനിക്കെന്തായാലും തീർച്ചയായിട്ടും ഇതൊരു കെട്ടിട സമുച്ചയമായി തോന്നിയില്ല, ഒരു കോട്ടയായിട്ടും തോന്നിയില്ല. ഒരു ആത്മാവുള്ള നഗരം, തിങ്ങി നിറഞ്ഞ മലനിരകൾക്കിടയിൽ ഉള്ള അതിൻ്റെ സ്ഥാനം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള മേഘങ്ങളും കാടുകളും അതിനൊരു തേജസ് നൽകുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ഇൻക സിവിലൈസേഷൻ്റെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു സാക്ഷ്യമായിരിക്കാം. മാത്രമല്ല അന്നത്തെ സൂര്യഭഗവാനോടുള്ള ആരാധന മാച്ചു പിച്ചുവിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് പലരും കാണുന്നത്. മാത്രമല്ല ഈ ടെറസുകൾ, ഇപ്പോൾ കൃഷിയും മനുഷ്യനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധവും ഇവിടെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നുണ്ട്.